കാസർഗോഡ് പൈവെളികയിൽ നിന്ന് കാണാതായ 15-കാരി ശ്രേയയും അയൽവാസി പ്രദീപും രണ്ടുപേരും മരിച്ച നിലയിൽ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. വീടിന് സമീപത്തെ കാട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. 26 ദിവസം മുൻപാണ് ഇവരെ കാണാതായത്. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ നാട്ടുകാരുടെ നേതൃത്വത്തിലും ഊർജിതമായി തന്നെ അന്വേഷണം ഉണ്ടായിരുന്നു. തെരച്ചിൽ നടത്തിയ വിവിധയിടങ്ങളിൽ. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് വീടിന് സമീപത്തെ കാട്ടിൽ ഇരുവരുടെയും മൃതദേഹം അത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ പലയിടങ്ങളിലും തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ ഈ മേഖലയിലൊക്കെ അന്ന് തെരച്ചിൽ നടത്തിയിരുന്നോ? അനുജ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയതാണ്. പക്ഷേ വളരെ കുറച്ച് പോലീസ് സംഘം മാത്രമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നത്. ഒപ്പം നാട്ടുകാരുടെ എണ്ണവും വളരെ കുറച്ചായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലെ കാടുകളിലും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളിലും ഒക്കെ പോലീസ് പരിശോധന നടത്തി. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ പോലീസിന് ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. കുട്ടിയെ മാത്രമല്ല, പ്രദീപിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇരുവരുടെയും മൊബൈൽ ഫോൺ അവസാനമായി അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയ പ്രദേശത്തായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. അത് പോലീസ് പറഞ്ഞത് ഒരു സീ കർവായിരുന്നു. അതായത് ഷിറിയ മഞ്ചേശ്വരം പുഴയുണ്ട്, ആ പുഴയോട് ചേർന്ന് കിടക്കുന്ന കാടുകളിലാണ് ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞിരുന്നു. അത് കേന്ദ്രീകരിച്ചാണ് ഇന്നും പോലീസ് പരിശോധന നടത്തിയത്. പക്ഷേ ഇന്ന് പോലീസ് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ പരിശോധന നടത്തി. 7 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള സംഘമുണ്ടായി. ഒപ്പം നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള സഹായവും ഇന്ന് കിട്ടിയിരുന്നു. ഇന്നാണിപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അത് വീടിന് സമീപത്തിന് ഏറെ അകലെയല്ല അനുജ. വീടിന്റെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലാണ്. അവിടെ മുകളിൽ ഒരു കോഴി ഫാം ഉണ്ട്. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് നടന്നു കയറാൻ പറ്റുന്ന ഒരു ദൂരമേ ഉള്ളൂ. ഒരു 500 മീറ്ററിലധികം ദൂരം മാത്രമാണ് ഉള്ളത്. അവിടെ ഒരു കോഴി ഫാം ഉണ്ട്. ആ കോഴി ഫാമിന് തൊട്ടടുത്തുള്ള കാട്ടിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാടിന് ഈ മൃതദേഹത്തിന് താഴെ ഇരുവരുടെയും മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ ഈ ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. കയറിൽ തൂങ്ങിയ നിലയിലാണ്, മരത്തിൽ തൂങ്ങിയ നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം സംശയിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ ഇനി അന്വേഷിക്കണം. SP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തണം. അതിനുശേഷമായിരിക്കും മൃതദേഹം അവിടെ നിന്ന് മാറ്റുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു മരണത്തിന് കാരണം എന്നതിൽ പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ ഇരുവരെയും കാണാതാവുന്നത്. ഈ കുട്ടിയെയാണ് ആദ്യം കാണാതായതായി രക്ഷിതാക്കൾക്ക് മനസ്സിലായത്. അത് പുലർച്ചെ 12-ാം തീയതി പുലർച്ചെ 4:45 കൂടിയായിരുന്നു ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായി കണ്ടെത്തിയത്. അന്ന്